Jungle. അസ്സലാമു അലൈക്കും. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും N4Y ബുക്സിലേക്ക് സ്വാഗതം. ഇസ്ലാം ആശ്ലേഷണത്തിന് ശേഷമാണ് മാർട്ടിൻ ലിങ്സ് മുഹമ്മദ് എന്ന പുസ്തകം എഴുതുന്നത്. വിശ്വാസിയായതിനു ശേഷം മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനത്തിലാണ് മുഹമ്മദ് എന്ന തലക്കെട്ടിൽ പുസ്തകം എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. KT സൂപ്പിയുടെ മലയാളത്തിലേക്കുള്ള മൊഴിമാറ്റം മനോഹരവും ആസ്വാദനം നൽകുന്നതുമാണ്. ഈ പുസ്തകം ഇബ്രാഹിം നബിയുടെ ജീവിതം മുതൽ തുടങ്ങുന്നു. ഇടവേളകളില്ലാതെ വായനയ്ക്ക് പ്രേരണ നൽകുന്നുണ്ട് ഈ പുസ്തകം. അതിൻ്റെ വായനയിലേക്ക് ഞാൻ കടക്കുകയാണ്. യൗവനത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സന്താനങ്ങളുണ്ടായിരുന്നില്ല. ദൈവം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തൻ്റെ കൂടാരത്തിന് പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിൻ്റെ സന്താന പരമ്പരയെ ഞാൻ വളർത്തുമെന്ന്. ഇബ്രാഹിം സന്തോഷത്തോടെ ദൈവത്തിനെ സ്തുതിച്ചു. ഇക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 85 വയസ്സായിരുന്നു പ്രായം. ഭാര്യ സാറക്കാകട്ടെ 76 വയസ്സും. സന്താനങ്ങൾ ഇല്ലാതിരുന്ന ഈ സമയത്താണ് അദ്ദേഹം തൻ്റെ തന്നെ അടിമയായിരുന്ന ഹാജറയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ വിവാഹശേഷം ഭാര്യമാർക്കിടയിൽ അസ്വസ്ഥതയും പ്രയാസങ്ങളും കാരണം ഹാജറ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. ഭീതിതമായ ഈ അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഹാജറയിലേക്ക് സുവാർത്ത അറിയിച്ചുകൊണ്ട് ഒരു മാലാഖ വരികയുണ്ടായി. ഹാജറ, നീ ഒരമ്മയാകാൻ പോകുന്നു. ഉടനെ തന്നെ നീ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകും. ആ കുട്ടിക്ക് നീ ഇസ്മായിൽ എന്ന് പേരിടണം. നിൻ്റെ സന്താന പരമ്പരയെ ഞാൻ വളർത്തും. ഈ ദൈവിക വൃത്താന്തം ഹാജറയിലൂടെ അറിഞ്ഞ ഇബ്രാഹിം നബി തൻ്റെ പ്രിയപുത്രന് ഇസ്മായിൽ എന്ന് പേരിടുകയും ചെയ്തു. ഇബ്രാഹിം നബിക്ക് 100 വയസ്സ് തികഞ്ഞപ്പോൾ ഇസ്മായിലിന് 13 വയസ്സായിരുന്നു പ്രായം. ഭാര്യ സാറക്കാകട്ടെ 90 വയസ്സും. ഈ സമയത്താണ് സാറയിലൂടെ ഒരു കുഞ്ഞുകൂടി ജനിക്കുവാൻ പോകുന്നു എന്ന സുവാർത്ത ദൈവം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അറിയിക്കുന്നത്. എന്നാൽ ഇസ്മായിലിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു ഇബ്രാഹിം നബിക്ക്. കാരണം നേരത്തെ തന്നെ ഭാര്യമാർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇസ്മായിലിനെ ഒരു സമുദായമാക്കി വളർത്തുമെന്ന ദിവ്യ വൃത്താന്തം അറിഞ്ഞ ഇബ്രാഹിം നബി സമാശ്വസിക്കുകയുണ്ടായി. താമസിയാതെ സാറ ഇസഹാക്കിന് ജന്മം നൽകി. അവർ തന്നെ കുഞ്ഞിന് മുലയൂട്ടുകയും ചെയ്തു. ഇസഹാക്കിൻ്റെ ബാല്യത്തിൽ തന്നെ ഹാജറയെയും ഇസ്മായിലിനെയും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് സാറ ഇബ്രാഹിമിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറയെയും ഇസ്മായിലിനെയും അറേബ്യയിലെ അജ്ഞാതമായ ആ താഴ്വരയിലേക്കാണ് മാറ്റിയത്. കാനൻ ദേശത്ത് താമസിച്ചിരുന്ന ഇബ്രാഹിം നബി 40 ദിവസത്തെ ഒട്ടക യാത്രയ്ക്ക് ശേഷമാണ് ഈ മരുഭൂമി പ്രദേശത്ത് എത്തിച്ചേരുന്നത്. ഇടുങ്ങിയ മലയിടുക്കുകളും പാറക്കൂട്ടങ്ങളും താഴ്വാരങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശത്തെ മക്ക എന്നാണ് സഞ്ചാരികൾ വിളിച്ചിരുന്നത്. കച്ചവട സംഘങ്ങളുടെ യാത്രാപാതയിലെ ഒരു സ്ഥലമായിരുന്നു ഈ മക്ക. നീരുറവകളുടെ കുറവ് കൊണ്ട് കച്ചവട സംഘങ്ങൾ അവിടെ തങ്ങുമായിരുന്നില്ല. മക്കയിലെത്തിയ ഹാജറയും ഇസ്മായിലും തങ്ങൾ കരുതിയിരുന്ന ദാഹജലം തീർന്നപ്പോൾ സഹായത്തിനായി ചുറ്റുപാട് നോക്കി. ആ സമയത്ത് കച്ചവട സംഘങ്ങൾ ഒന്നും തന്നെ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നില്ല. അല്പം ദാഹജലത്തിനായി കുന്നുകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന ഹാജറ 7ാമത്തെ തവണയായപ്പോഴേക്കും തളർന്നിരുന്നു. തൻ്റെ കുഞ്ഞിന് കൊടുക്കുവാൻ അല്പം ദാഹജലത്തിനായി വിഷമിച്ച് തളർന്നിരിക്കുമ്പോഴാണ് ഇസ്മായിലിൻ്റെ കാൽപാദങ്ങൾ സ്പർശിച്ച മരുഭൂമിയിൽ ഒരു നീരുറവ ദൈവം പ്രത്യക്ഷമാക്കി കൊടുക്കുന്നത്. അവർ മതിവരുവോളം കുടിച്ചു. ദാഹം ശമിച്ച അവർ ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് മക്ക സ്വാർത്ഥവാഹക സംഘങ്ങളുടെ വിശ്രമ കേന്ദ്രമായി മാറി. ഈ ജലസംഭരണിയാണ് സംസം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഹാജറയും ഇസ്മായിലും മക്കയിലെത്തിയതിനു ശേഷം 75 വർഷം കൂടി ഇബ്രാഹിം നബി ജീവിച്ചിരുന്നു. ഈ കാലയളവിലാണ് കാബയുടെ നിർമ്മാണം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി നടത്തുന്നത്. വിശുദ്ധ ഗേഹം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടേണ്ടത് എന്നത് അവർക്ക് ഉത്ബോധനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കാബയുടെ നിർമ്മാണഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഹജറുൽ അസ്വദ് എന്ന ശില സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തിയിട്ടുള്ളതാണ്. അബുൽ ഖുബൈസ് എന്ന പർവ്വതത്തിലായിരുന്നു അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹജറുൽ അസ്വദ് കാബയുടെ കിഴക്കേ മൂലയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കാബയുടെ നിർമ്മാണം പൂർത്തിയായ വേളയിൽ അവിടെ നടത്തേണ്ട അനുഷ്ഠാനങ്ങളും ആരാധനകളും ഇബ്രാഹിമിന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം കാബ ശുദ്ധീകരിക്കുവാൻ അള്ളാഹു ഇബ്രാഹിമിനോട് പറഞ്ഞു. കാബ തവാഫ് ചെയ്യുവാനും മറ്റ് ആരാധനകൾക്കുമായി ലോകത്തുള്ള മനുഷ്യരെ അങ്ങോട്ട് വിളിക്കുവാൻ ഇബ്രാഹിം നബി ഉത്ബോധനം നൽകി. ക്രമേണ ലോകത്തുള്ള മനുഷ്യർ അങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. അവിടെ എത്തിച്ചേർന്നവർക്ക് ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു.
ഞാൻ എൻ്റെ തന്നെ ഒരു സന്താന പരമ്പരയെ വിശുദ്ധ ഗേഹത്തിനടുത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണവും മധുര ഫലങ്ങളും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ, അവർ നിന്നോട് നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി. തൽക്കാലം ഞാൻ നിർത്തുന്നു. മുഹമ്മദ് എന്ന ഈ പുസ്തകം പോസ്റ്റലായി നേരിട്ടും ലഭിക്കുന്നതിനായി നിങ്ങൾ ബന്ധപ്പെടേണ്ടത് 9544245970 എന്ന നമ്പറിലേക്കാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. വായനയുടെ ലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.